ചുറ്റിക ഉപയോഗിച്ച് തന്റെ ഇരകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു കൊലയാളി. 1980കളിൽ അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റിനെ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലർ, ദ ഹാമർ കില്ലർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നരാധമൻ. അന്നുകാലത്ത് രാത്രികാലങ്ങളിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു ഡോർ മാത്രം മതി ആ വീട്ടിലെ കുടുംബത്തിന്റെ ജീവിതം പൂർണ്ണമായും തകരാൻ. 1984 അറോറ എന്ന ശാന്തമായ നഗരത്തിൽ ഒരാളും പ്രതീക്ഷിക്കാത്ത വിധം ഭീകരമായ ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. വീടുകൾ എന്നാൽ ആളുകൾ സുരക്ഷിതമായിരിക്കേണ്ട സ്ഥലങ്ങളാണ്. എന്നാൽ അറോറയിലെ ജനങ്ങൾക്ക് അത് ഭയത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. ഹാമർ ഉപയോഗിച്ച് നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ, മോഷണങ്ങൾ, ഇങ്ങനെ ഒരേ പാറ്റേണിൽ ഒരേ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വീടുകൾ. അതായിരുന്നു കൊലയാളിയുടെ അറ്റാക്കിംഗ് രീതി. പക്ഷേ ഒരു ചോദ്യത്തിന് മാത്രം വർഷങ്ങളോളം ഉത്തരമുണ്ടായിരുന്നില്ല. ആരാണ് ഈ ഹാമർ കില്ലർ? വർഷങ്ങൾ കടന്നുപോയി. പ്രോപ്പറായ തെളിവുകളില്ല. കില്ലറിനെ തിരിച്ചറിയാൻ പറ്റുന്ന സാക്ഷികളില്ല. സ്വാഭാവികമായും കേസുകൾ കോൾഡ് കേസുകളായി മാറി. പക്ഷേ 34 വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ DNA എവിഡൻസ് എല്ലാം മാറ്റിമറിച്ചു. ആരായിരുന്നു ഹാമർ കില്ലർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ സീരിയൽ കില്ലർ? 34 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് പോലീസ് ഈ കേസ് തെളിയിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം ദുഃഖത്തിന്റെ കഥയല്ല. നിരവധി കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഒരു സീരിയൽ കില്ലർ ഒരു നഗരത്തെ മുഴുവൻ എങ്ങനെ ഭയത്തിലാഴ്ത്തിയെന്നുള്ളതിന്റെ കഥയാണ്. എങ്കിലും ബെനറ്റ് ഫാമിലിയെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയേണ്ടതുണ്ട്. കാരണം അവരുടെ കൊലപാതകങ്ങളിലൂടെയാണ് ഈ കേസ് പുരോഗമിക്കുന്നത്. 28 വയസ്സുള്ള ബ്രൂസ് ബെനറ്റ്, അദ്ദേഹത്തിന്റെ ഭാര്യ 26 വയസ്സുള്ള ഡെബ്ര, അവർക്ക് 8ഉം 3ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ, മെലിസയും വനേസയും. ഇതായിരുന്നു ബെനറ്റ് ഫാമിലി. ഡെൻവർ എന്ന നഗരത്തിലാണ് ബ്രൂസ് ബെനറ്റ് ജനിക്കുന്നത്. അവന്റെ ബാല്യം വളരെ നോർമലായിരുന്നു എന്ന് തന്നെ പറയാം. 2 സഹോദരന്മാരായ റിച്ചാർഡിന്റെയും ഡാനിയലിന്റെയും കൂടെ വളർന്ന ഒരു സാധാരണ കുട്ടി. പക്ഷേ ഡെബ്രയുടെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. 4 മക്കളിൽ മൂത്തവളായ അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടു. അതോടെ അവളുടെ ബാല്യം സംഘർഷങ്ങൾ നിറഞ്ഞതായി. അമേരിക്കൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ ഏണസ്റ്റിന് നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നിരുന്നതിനാൽ തന്റെ സഹോദരങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തം മൂത്ത പെൺകുട്ടിയായ ഡെബ്ര ഏറ്റെടുത്തു. അവളെ സംബന്ധിച്ച് ജീവിതം അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. എന്നിരുന്നാലും അവൾ തന്റെ കുടുംബത്തെ ഒരുമിച്ച് പിടിച്ചു നിർത്തി. കാലം കടന്നുപോയപ്പോൾ അവരുടെ കുടുംബം കൊളറാഡോയിലേക്ക് താമസം മാറി. അവിടെ വെച്ചാണ് ഡെബ്രയുടെ സഹോദരനായ ലാറി തന്റെ സുഹൃത്തായ ബ്രൂസിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ആ പരിചയം വളരെ വേഗത്തിൽ തന്നെ ഒരു പ്രണയമായി മാറി. ബ്രൂസും ഡെബ്രയും വേർപിരിയാൻ കഴിയാത്ത വിധം അടുത്തു. ഒടുവിൽ അവർ വിവാഹം കഴിച്ച് കുടുംബജീവിതം തുടങ്ങി. ഈ സമയം ബ്രൂസ് അമേരിക്കൻ നേവിയിൽ സോണാർ അനലിസ്റ്റ് ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ ജോലി അവന് സ്ഥിരമായൊരു വരുമാനം നൽകി. കുടുംബജീവിതത്തിന് ഒരു ഉറച്ച അടിത്തറ നൽകാൻ അത് സഹായിച്ചു. അങ്ങനെ 1976 ജനുവരിയിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ സന്തോഷം കൂടി വന്നു. അവരുടെ ആദ്യ മകൾ മെലിസ ജനിച്ചു. ആദ്യത്തെ മകൾ ജനിച്ച ആ നിമിഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം 1981 അവരുടെ രണ്ടാമത്തെ മകൾ വനേസ ജനിക്കുന്നത്. ഇതോടെ 4 പേരടങ്ങുന്ന അവരുടെ ആ ചെറിയ ലോകം പൂർണ്ണമായി. ഇതിനിടെ ബ്രൂസ് നേവിയിലെ സേവനം പൂർത്തിയാക്കി തിരിച്ചെത്തി. കുടുംബത്തിനായി നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹം ഏറെ പരിശ്രമിച്ചിരുന്നു. അതിനായി 1983 തന്റെ സേവിങ്സും ബാങ്ക് ലോണുമെല്ലാം എടുത്ത് അദ്ദേഹം അറോറ സിറ്റിയിൽ ഒരു വീട് നിർമ്മിച്ചു. അത് വെറുമൊരു വീട് മാത്രമല്ലായിരുന്നു, അവരുടെ സ്വപ്നങ്ങളുടെ തുടക്കമായിരുന്നു. ബ്രൂസിന്റെ പാരന്റ്സിന് ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഡെബ്ര വർക്ക് ചെയ്തിരുന്നത്. നേവിയിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം ബ്രൂസും ഫാമിലി ബിസിനസിന്റെ ഭാഗമായി. ഒപ്പം അദ്ദേഹം ഒരു എയർ ട്രാഫിക് കൺട്രോളർ ആവാനുള്ള പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും ചെറിയ ചെറിയ സന്തോഷങ്ങളാൽ നിറഞ്ഞിരുന്നു. കുടുംബവുമായി ഒന്നിച്ചുള്ള ഡിന്നറുകൾ, കുട്ടികളുടെ വളർച്ചയിലെ രസകരമായ ഓരോ ഘട്ടങ്ങൾ,
ഇതെല്ലാം അവരെ കൂടുതൽ സന്തോഷത്തിലാക്കി. മെലിസയും വനേസയും സ്നേഹവും സുരക്ഷിതവും നിറഞ്ഞ ആ വീട്ടിൽ സുഖമായി വളർന്നു. പക്ഷേ എല്ലാം പെർഫെക്റ്റായി തോന്നിയ ആ സമയത്ത് തന്നെയാണ് 1984 തുടക്കത്തിൽ അവരുടെ ജീവിതം പൂർണ്ണമായും തകർന്നത്. 1984 ജനുവരി 15 അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ബെനറ്റ് ഫാമിലിയെ സംബന്ധിച്ച് ആ ദിവസം എന്നത്തെയും പോലെയായിരുന്നില്ല. കുറച്ചധികം സന്തോഷം നിറഞ്ഞതായിരുന്നു. കാരണം മെലിസയുടെ 8ാമത് ജന്മദിനം വരുന്നതിനോടനുബന്ധിച്ച് കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി അന്ന് അവരൊരു പാർട്ടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്ന് ഉച്ചയോടെ ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങി. ആ വീട് കുട്ടികളുടെ ചിരിയും കളിയും മുതിർന്നവരുടെ സംഭാഷണങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. കേക്കിന്റെയും വൈനിന്റെയും മണം ആ വീട്ടിലുടനീളം പരന്നിരുന്നു. മണിക്കൂറുകൾ സെക്കൻഡുകൾ പോലെ കടന്നുപോയി. രാത്രിയോടെ ബന്ധുക്കൾ ഓരോരുത്തരായി മടങ്ങി തുടങ്ങി. പോവാൻ നേരം ബ്രൂസിന്റെ അമ്മ കോണി ബെനറ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഗാരേജിന്റെ ഡോർ തുറന്നിരിക്കുന്നു. അതിലൂടെ ഒരാൾക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ അത് അടയ്ക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കോണി പോയത്. അത് ഒരു സാധാരണ ഓർമ്മിപ്പിക്കൽ മാത്രമായിരുന്നു. പക്ഷേ അമ്മയുടെ കരുതലോടെയുള്ള ആ ഓർമ്മിപ്പിക്കൽ ബ്രൂസ് മറന്നുപോയത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ മൊത്തം തകർത്തു കളഞ്ഞു. അടുത്ത ദിവസം, അതായത് ജനുവരി 16 രാവിലെ ബ്രൂസിന്റെ അമ്മ കോണി ബെന്നറ്റിന് ആശങ്കാജനകമായ ഒരു ഫോൺ കോൾ വന്നു. അവരുടെ ഫർണിച്ചർ ഷോപ്പിൽ നിന്നും ഒരു സ്റ്റാഫാണ് വിളിച്ചത്. ബ്രൂസും ഡെബ്രയും ഇന്ന് ജോലിക്കെത്തിയിട്ടില്ല എന്നും വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കോണി ബെനറ്റ് വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കാതായതോടെ അവർ ഉടനടി മകന്റെ വീട്ടിലേക്ക് നേരിട്ട് പോയി. അറോറയിലെ ആ വീടിന് മുന്നിലെത്തിയ കോണി ബെനറ്റ് തലേ ദിവസം രാത്രിയിലെ പോലെ തന്നെ തുറന്നു കിടക്കുന്ന ആ ഗാരേജ് ഡോർ കണ്ട് നടുങ്ങി. ഒരു ഭയത്തോടെ അവർ ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് വിവരിക്കാൻ പോലും പ്രയാസമുള്ള ഒരു കാഴ്ചയായിരുന്നു. സ്റ്റെയറിനടിയിൽ ബ്രൂസ് ചലനമറ്റു കിടക്കുന്നു. അവന്റെ തല തകർന്നിരിക്കുന്നു. കഴുത്ത് കത്തികൊണ്ട് അറുത്തിരിക്കുന്നു. ശരീരത്തിനു ചുറ്റും ചോര താളം കെട്ടി നിൽക്കുന്നു. അതിഭീകരമായ കാഴ്ച. ഒരമ്മയും തന്റെ മക്കളെ ഈ രീതിയിൽ കാണാൻ പാടില്ല. പക്ഷേ കോണി ബെന്നറ്റിന് അത് കാണാനായിരുന്നു വിധി. ആ കാഴ്ച കണ്ടയുടനെ ഭയന്ന് വിറച്ച കോണി ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയോടുകയും നെയ്ബറിന്റെ സഹായം തേടുകയും ചെയ്തു. നെയ്ബേഴ്സ് ഉടൻ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. കുറച്ചു നേരത്തിനുള്ളിൽ പോലീസും മെഡിക്കൽ ടീമും സ്ഥലത്തെത്തി. അവർ ആ വീടിനകത്ത് കയറിയപ്പോൾ കണ്ടത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ബ്രൂസിനെ കൂടാതെ ഡെബ്രയും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നുമാണ് ഡെബ്രയുടെ ചലനമില്ലാത്ത ശരീരം കണ്ടെത്തിയത്. അവിടുത്തെ കാഴ്ചയും ഭയപ്പെടുത്തുന്നതായിരുന്നു. ബ്രൂസിനെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതേ രീതിയിൽ തന്നെയാണ് ഡെബ്രയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ മുറിയിൽ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ബർത്ത്ഡേ ഗേളായ മെലിസയുടെ മൃതദേഹമാണ് പോലീസുകാർ ആദ്യം കണ്ടത്. അവളുടെ ശരീരം ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് മൂടപ്പെട്ട നിലയിലായിരുന്നു. ആ ബ്ലാങ്കറ്റ് മാറ്റിയപ്പോഴാണ് ആ പെൺകുട്ടിയെ കില്ലർ ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായത്. ഏതൊരു മാതാപിതാക്കളും ചിന്തിച്ചു നോക്കാൻ പോലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു ദുരന്തമാണ് ആ വീട്ടിൽ നടന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ പൂർണ്ണമായ തകർച്ച. എന്നാൽ ആ തകർച്ചയ്ക്കിടയിലും ഒരു ചെറിയ പ്രതീക്ഷയുടെ കണിക ഇനിയും ബാക്കിയുണ്ടായിരുന്നു. 3 വയസ്സുകാരിയായ വനേസ. കൊലയാളിയുടെ അതിക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നെങ്കിലും അവൾക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. ഒരു ചെറിയ പ്രതീക്ഷ പോലെ അവൾ പിടിച്ചു നിന്നു. ഉടൻ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ജീവനും മരണത്തിനുമിടയിലുള്ള ഒരു പോരാട്ടമായിരുന്നു പിന്നീട്. ഇതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൈം സീൻ വിശദമായി പരിശോധിച്ചു. കഴിഞ്ഞ രാത്രി വരെ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്ന ആ വീട് ഇപ്പോൾ ഭയവും ദുരൂഹതകളും നിറഞ്ഞ സ്ഥലമായി മാറിയിരിക്കുന്നു. വീടിന് പുറത്തായി മഞ്ഞിൽ പൊതിഞ്ഞുകിടന്നിരുന്ന ഡെബ്രയുടെ പേഴ്സ് പോലീസ് കണ്ടെത്തി. അതിനകത്തുള്ള പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ അടുക്കളയിൽ നിന്നും ചോര പുരണ്ട ഒരു വലിയ കത്തി കണ്ടെത്തി. അത് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളിൽ ഒന്നാണ്. പക്ഷേ പ്രധാനമായ ആയുധം, അതായത് മരണത്തിന് കാരണമായ ആ ശക്തമായ പ്രഹരങ്ങളേൽപ്പിച്ച ആയുധം ഇനിയും കണ്ടെത്താനായിട്ടില്ല. പരുക്കുകളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കില്ലർ ഒരു ചുറ്റികയാണ് പ്രധാന ആയുധമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. വീടിനകത്ത് നിന്നും കൊലയാളിയുടെ ഫിംഗർ പ്രിന്റ്സോ മറ്റു തെളിവുകളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ വീടിന് പുറത്തുള്ള മഞ്ഞിൽ ചോരപ്പാടുകളോടെയുള്ള നിരവധി ബൂട്ട് പ്രിന്റ്സ് കാണാൻ കഴിഞ്ഞു. ആ ബൂട്ട് പ്രിന്റുകൾ
തലേ ദിവസത്തെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്ത ആ കുടുംബത്തിലെ ആരുടെയുമായിരുന്നില്ല. അവരെയെല്ലാം വിശദമായി ചോദ്യം ചെയ്യുകയും എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്സ് ഉൾപ്പെടെയുള്ള തെളിവുകൾ കളക്ട് ചെയ്യുകയും ചെയ്തെങ്കിലും അവരാർക്കും ഈ കൊലപാതകങ്ങളിൽ പങ്കുള്ളതിന്റെ ഒരു തെളിവും ലഭിച്ചില്ല. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. പുറത്തുനിന്നുമുള്ള ആ കുടുംബത്തിലെ ആർക്കും പരിചയമില്ലാത്ത ഒരാളായിരിക്കണം കില്ലർ. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ക്രൈം സീനിൽ നിന്നും കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഭാവിയിൽ തെളിവായി മാറിയേക്കാവുന്ന നിരവധി സാധനങ്ങൾ അവർ ആ വീട്ടിൽ നിന്നും കളക്ട് ചെയ്തു. കൊല ചെയ്യപ്പെട്ടവരുടെ വസ്ത്രങ്ങൾ, മെലിസിയുടെ ശരീരം പൊതിയാൻ ഉപയോഗിച്ച ബ്ലാങ്കറ്റ്, കാർപ്പറ്റുകൾ, ബെഡ്ഷീറ്റുകൾ, ഇങ്ങനെയുള്ള നിരവധി വസ്തുക്കൾ അവർ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചു. DNA ടെസ്റ്റുകളൊന്നും അന്ന് നിലവിലില്ലെങ്കിലും ഭാവിയിൽ ടെക്നോളജി പുരോഗമിക്കുമെന്നും അന്ന് ഇതെല്ലാം നിർണായക തെളിവുകളായി മാറുമെന്നുള്ള ഒരു മുൻധാരണ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ഇതേസമയം ഹോസ്പിറ്റലിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പോരാട്ടത്തിലായിരുന്നു 3 വയസ്സുകാരി വനേസ. അവളുടെ പരുക്കുകൾ ഗുരുതരമായിരുന്നു. താടിയെല്ല് തകർന്നിരിക്കുന്നു, കൈകാലുകളും ഇടുപ്പുമെല്ലാം ഒടിഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം ഉപരി ആ കൊച്ചു പെൺകുട്ടിക്ക് നേരെയും കില്ലർ ലൈംഗികാതിക്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. അവളുടെ ജീവൻ രക്ഷിക്കാനായി ഡോക്ടേഴ്സ് കിണങ്ങി പരിശ്രമിക്കുമ്പോഴും അവൾ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം ആർക്കുമുണ്ടായിരുന്നില്ല. വനേസയുടെ അവസ്ഥ അത്രയും ക്രിട്ടിക്കലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഭയപ്പെടുത്തുന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞു. ബെന്നറ്റ് ഫാമിലിക്ക് നേരെയുണ്ടായ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ മറ്റു ചില ആക്രമണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ബെന്നറ്റ് ഫാമിലി ആക്രമിക്കപ്പെടുന്നതിന് 2 ആഴ്ച മുൻപ്, കൃത്യമായി പറയുകയാണെങ്കിൽ 1984 ജനുവരി 4-ന് അറോറയിൽ തന്നെയുള്ള യുവദമ്പതികളായ ജെയിംസും കിംബർലിയും സ്വന്തം വീട്ടിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു. അന്ന് ശാന്തമായൊരു രാത്രിയായിരുന്നു. കിംബർലി തന്റെ ബെഡ്റൂമിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ ജെയിംസ് മറ്റൊരു റൂമിലിരുന്ന് തന്റെ സുഹൃത്തിനായി ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുകയായിരുന്നു. എല്ലാം വളരെ നോർമലായിരുന്നു. പെട്ടെന്നാണ് പാതിയുറക്കത്തിലായ കിംബർലിയുടെ തലയിൽ ശക്തമായൊരു അടിയേൽക്കുന്നത്. അടിയുടെ ആഘാതത്തിൽ ഉറക്കെ നിലവിളിച്ച കിംബർലി ഒരു നിഴൽ പോലെ കയ്യിൽ ചുറ്റികയുമായി നിൽക്കുന്ന കൊലയാളിയെ കണ്ടു. പക്ഷേ അടിയേറ്റിരിക്കുന്നത് തലയ്ക്കാണ്. കിംബർലിയുടെ കാഴ്ച മങ്ങി. പതിയെ അവൾ മയങ്ങി വീണു. ഇതേ സമയം കിംബർലിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ജെയിംസ് കണ്ടത് കറുത്ത വസ്ത്രവും മുഖംമൂടിയുമെല്ലാം ധരിച്ച് കയ്യിൽ ചുറ്റികയുമായി നിൽക്കുന്ന കില്ലറിനെയാണ്. അവനും സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു. എന്നാൽ ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റിട്ടും ജെയിംസ് പൊരുതി നിന്നു. ഇതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു. ജെയിംസ് അയാളെ പിന്തുടർന്നു ചെന്നെങ്കിലും പിടികൂടാനായില്ല. ഇതേ സമയം ബോധം വീണ്ടെടുത്ത കിംബർലി എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസും മെഡിക്കൽ ടീമും ഇരുവരെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ജെയിംസിന്റെ തലയോട്ടിക്ക് പൊട്ടലുണ്ടായിരുന്നു. കിംബർലിയുടെ മസ്തിഷ്കത്തിനാണ് പരിക്ക്. ഭാഗ്യവശാൽ ഇരുവരും സുഖം പ്രാപിച്ചു. പോലീസുകാർ സംഭവസ്ഥലം പരിശോധിച്ചപ്പോൾ അവർക്കൊരു പ്രധാനപ്പെട്ട തെളിവ് ലഭിച്ചു. അക്രമി ഉപയോഗിച്ച ജെയിംസിന്റെയും കിംബർലിയുടെയും ചോര പുരണ്ട ആ ചുറ്റിക. പക്ഷേ ചുറ്റികയുടെ പിടിയിൽ നിന്നും ഫിംഗർ പ്രിന്റ്സ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ വീട്ടിലെയും തുറന്നു കിടന്ന ഗാരേജ് ഡോർ വഴിയാണ് അക്രമി അകത്ത് കയറിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. വീടിന് പുറത്തുനിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിംബർലിയുടെ പേഴ്സ് കണ്ടെത്തി. അതിനകത്തുണ്ടായിരുന്ന പണം മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വീടിന് പുറത്തു നിന്നും ലഭിച്ച ബൂട്ട് പ്രിന്റ്സ് തന്നെയാണ് പിന്നീട് ബെന്നറ്റ് ഫാമിലിയുടെ വീട്ടിലും കണ്ടെത്തിയത്. ഈ സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ കൊളറാഡോ എന്നടുക്കിക്കൊണ്ട് മറ്റൊരു കൊലപാതകം നടന്നു. 1984 ജനുവരി 10. അടുത്തിടെ നെബ്രാസ്കയിൽ നിന്നും കൊളറാഡോയിലുള്ള മകളുടെ വീട്ടിൽ താമസിക്കാനെത്തിയതായിരുന്നു 50 വയസ്സുള്ള പെട്രീഷ്യ സ്മിത്ത്. മകൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. 2 ചെറിയ കുട്ടികളാണ് പെട്രീഷ്യയുടെ മകൾക്കുള്ളത്. അതിനാൽ പുതിയ വീടും ജോലിയും കുട്ടികളുടെ ഡേ കെയറിൽ പോക്കുമെല്ലാമായി മകളൊന്ന് സെറ്റിലാവുന്നതുവരെ സഹായത്തിന് കൂടെ താമസിക്കുക. ഇതുമാത്രമായിരുന്നു പെട്രീഷ്യയുടെ വരവിന്റെ ഉദ്ദേശം. അത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. കാരണം തിരക്ക് പിടിച്ചൊരു ഇന്റീരിയർ ഡിസൈനർ കൂടിയായിരുന്നു അവർ. എന്നാൽ മകളുടെ പുതിയ വീട്ടിൽ വെച്ച് തന്നെ തന്റെ ജീവിതം അവസാനിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു. അന്ന് പെട്രീഷ്യ സ്മിത്തിനെ സംബന്ധിച്ച് ഒരു നോർമൽ ഡേ ആയിരുന്നു. ആദ്യം മകളെ ഓഫീസിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയും കുട്ടികളെ ഡേ കെയറിലാക്കുകയും ചെയ്തതിനു ശേഷം പെട്രീഷ്യ വീട്ടിൽ തിരിച്ചെത്തി. വൈകുന്നേരം 5:30
അമ്മ വിളിക്കാൻ വരാത്തതിനെ തുടർന്ന് പട്രീഷ്യയുടെ മകൾ പബ്ലിക് പേ ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു. പക്ഷേ ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇതോടെ ഒരു സുഹൃത്തിന്റെ വാഹനത്തിൽ ഡേ കെയറിൽ നിന്നും കുട്ടികളെയും വിളിച്ച് പട്രീഷ്യയുടെ മകൾ വീട്ടിലെത്തി. അവർ ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ലിവിംഗ് റൂമിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ആക്രമിക്കപ്പെട്ട പട്രീഷ്യ സ്മിത്തിന്റെ മൃതദേഹമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറിയിട്ടുണ്ട്. ഒരു ലൈംഗികാതിക്രമം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. പട്രീഷ്യയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റിക ഡെഡ് ബോഡിക്കരികിൽ തന്നെ കിടക്കുന്നു. TV അപ്പോഴും ഓണായിരുന്നു. ലിവിംഗ് റൂമിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പട്രീഷ്യ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തം. പട്ടാപ്പകൽ നഗരമധ്യത്തിലെ ഒരു വീട്ടിൽ നടന്ന ഈ കൊലപാതകം കൊളറാഡോയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. ക്രൈം സീൻ പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് കില്ലറിനെതിരായ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പട്രീഷ്യയുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലായി. അന്നേ ദിവസം രാത്രി തന്നെ മറ്റൊരു സ്ത്രീയും ക്രൂരമായ ആക്രമണത്തിനിരയായി. ഫ്രോണ്ടിയർ എയർലൈൻസിലെ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഡോണയാണ് ആക്രമിക്കപ്പെട്ടത്. അതേ എയർലൈൻസ് കമ്പനിയിൽ പൈലറ്റായിരുന്ന റോണാണ് ഡോണയുടെ ഹസ്ബൻഡ്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ റോൺ ബെഡ്റൂമിൽ ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഡോണയെ കണ്ടതിനെ തുടർന്ന് എമർജൻസി നമ്പറിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. ആദ്യം ഇതൊരു ഗാർഹിക പീഡനമായിരിക്കുമെന്നും റോൺ തന്നെയാവും ഡോണയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുമുള്ള രീതിയിലായിരുന്നു പോലീസ് ചിന്തിച്ചത്. എന്നാൽ ഈ അറ്റാക്ക് നടന്ന സമയത്ത് റോൺ ഡ്യൂട്ടിയിലായിരുന്നു എന്നുള്ളത് തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ ആ വീട്ടിൽ നിന്നും ഡോണയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഹാമർ കണ്ടെത്തിയതും നിർണായകമായി. ഗുരുതരമായി പരിക്കേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട ഡോണ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഈ ആക്രമണം അവളുടെ ഓർമ്മശക്തിയെ സാരമായി ബാധിച്ചിരുന്നു. ഒരു 2 വയസ്സുകാരിയുടെ മാനസികാവസ്ഥയിലെത്തിയ ഡോണയ്ക്ക് ആക്രമണത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ചോ അറ്റാക്കറിനെ കുറിച്ചോ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇതിനെല്ലാം ശേഷമാണ് ജനുവരി 15 ബെനറ്റ് ഫാമിലി ആക്രമിക്കപ്പെടുന്നതും ആ കുടുംബത്തിലെ 3 പേർ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നതും. ബെനറ്റ് ഫാമിലിയുടെ കൊലപാതകത്തോടെയാണ് മുൻപ് നടന്ന ആക്രമണങ്ങളെല്ലാം ഒരാൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചതും മാധ്യമങ്ങൾ അയാൾക്ക് ദ ഹാമർ കില്ലർ എന്ന പേര് നൽകിയതും. ഹാമർ കില്ലർ അറ്റാക്ക് നടത്തിയ 4 ക്രൈം സീനുകളും ഫോറൻസിക് ടീം വിശദമായ പരിശോധനകൾ നടത്തി ലഭ്യമായ തെളിവുകൾ ശേഖരിച്ചു. 1980കളിൽ ഫോറൻസിക് സയൻസ് അത്ര പുരോഗമിച്ചിട്ടില്ലാത്തതിനാൽ അതിൻ്റെതായ പോരായ്മകളുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് കില്ലറിനെ പെട്ടെന്ന് പിടികൂടാൻ കഴിയാതിരുന്നത്. അറോറയിലും ലേക്ക് വുഡിലുമായാണ് ഈ 4 അറ്റാക്കുകൾ നടന്നിരിക്കുന്നത്. അതിനാൽ 2 പ്രദേശങ്ങളിലെയും പോലീസുകാർ ഒരുമിച്ചായിരുന്നു അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. പ്രഗത്ഭരായ നിരവധി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നിട്ട് പോലും കില്ലറിനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടായി മാറി. ഇതോടെ FBI-യും കേസിൽ ഇൻവോൾവായി. കില്ലറിന്റെ സ്വഭാവ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനായി FBI ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈലറിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ഇങ്ങനെയായിരുന്നു: ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടല്ല കില്ലർ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അവനൊരു അവസരവാദിയാണ്. സൗകര്യപ്രദമായ വീടുകൾ തേടി സ്ട്രീറ്റുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കില്ലർ ഇരകളുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ചെറിയ വീഴ്ച കണ്ടാൽ തന്നെ അത് പ്രയോജനപ്പെടുത്തും. രാത്രികാലങ്ങളിൽ തുറന്നു കിടക്കുന്ന ഗാരേജ് ഡോറുകൾ, സ്ലൈഡിംഗ് വിൻഡോസ്, ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രം മതി അവൻ തന്റെ ഇരകളുടെ വീട് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ. അകത്ത് കയറിയാൽ അതിവേഗത്തിലായിരിക്കും ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിന്റെ വേഗതയും ഏൽപ്പിക്കുന്ന ആഘാതവും വെച്ച് കില്ലറിന്റെ വയസ്സ് 20നും 25നും ഇടയിലായിരിക്കാനാണ് സാധ്യത. ഉയർന്ന വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കോ. ക്രൈം സീനുകളിൽ നിന്നും ലഭിച്ച പലതരം ചുറ്റികകൾ വെച്ചാണ് കില്ലർ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള നിഗമനത്തിലെത്തിയത്. ഇതിനെല്ലാം ഉപരി പിടിക്കപ്പെടുന്നതുവരെ കില്ലർ ഈ ആക്രമണം നിർത്താൻ പോകുന്നില്ല. അയാളുടെ മനോനില ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സൈക്കോളജിക്കൽ പ്രൊഫൈലർ FBI ടീമിന് നൽകിയ റിപ്പോർട്ട് ഈ രീതിയിലുള്ളതായിരുന്നു. ഇതോടെ ക്രൈം സീനുകൾക്ക് സമീപ പ്രദേശങ്ങളിലുള്ള കൺസ്ട്രക്ഷൻ സൈറ്റുകളിലെല്ലാം വിശദമായ അന്വേഷണം നടന്നു. വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടർമാരെയും തൊഴിലാളികളെയും എല്ലാം ചോദ്യം ചെയ്തിട്ടും അതിൽ കില്ലറാണെന്ന് സംശയിക്കുന്ന ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
കേസിൽ ഒരു ലീഡും കണ്ടെത്താൻ കഴിയാതെ FBI-യും മുട്ടുമടക്കിയതോടെ കൊളറാഡോയിലെ ജനങ്ങളുടെ മനസ്സിലെ ഭീതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. രാത്രികാലങ്ങളിൽ എല്ലാ വീടുകളിലെയും ജനാലകളും വാതിലുകളും അടഞ്ഞുകിടന്നു. കുടുംബാംഗങ്ങളെല്ലാം ഒരു റൂമിൽ ഒരുമിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. കൊളറാഡോയിൽ തോക്കുകളുടെ വിൽപ്പന കുത്തനെ കൂടി. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയതല്ലാതെ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇതോടെ ഹാമർ കില്ലർ അജ്ഞാതനായി തുടരുകയും ചെയ്തു. കേസിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ അന്വേഷണ സംഘം മറ്റു കേസുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. 2001-ൽ, അതായത് ഹാമർ കില്ലറിന്റെ അറ്റാക്കുകൾ നടന്ന് 17 വർഷങ്ങൾക്ക് ശേഷം കോൾഡ് കേസ് യൂണിറ്റ് ഈ കേസിലൊരു മുന്നേറ്റമുണ്ടാക്കി. ക്രൈം സീനുകളിൽ നിന്നും കളക്ട് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഇരകളുടെ വസ്ത്രങ്ങളിൽ നിന്നും അവർക്കൊരു പുരുഷ DNA കണ്ടെത്താൻ കഴിഞ്ഞു. ആ DNA പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ആരുടെയും DNA-യുമായി പൊരുത്തപ്പെട്ടില്ല. അതേസമയം പോലീസിന്റെ ഡാറ്റാബേസിലും ആ DNA ഉണ്ടായിരുന്നില്ല. ഒടുവിൽ 2018-ലാണ് കേസിൽ മറ്റൊരു പുരോഗതി ഉണ്ടാവുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ജനറ്റിക് ജീനിയോളജിയുടെ സഹായത്തോടെ കില്ലറിനെ കണ്ടെത്താൻ തീരുമാനിച്ചതാണ് നിർണായകമായത്. ജീനിയോളജിസ്റ്റുകൾ പ്രൈവറ്റ് DNA ഡാറ്റാബേസുകളുടെ സഹായത്തോടെ മാസങ്ങളോളം നടത്തിയ ശ്രമങ്ങളാണ് ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയത്. ഈവിങ് എന്ന സർനെയിമിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നുമുള്ള വ്യക്തിയാണ് കില്ലർ എന്നതായിരുന്നു ജീനിയോളജിസ്റ്റുകളുടെ കണ്ടെത്തൽ. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അറോറയിൽ നിന്നും മാത്രം ഈവിങ് എന്ന സർനെയിമിലുള്ള 40 പേരുടെ ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി. അതിൽ ഓരോരുത്തരെയും കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടന്നു. ഒടുവിൽ കില്ലറായിരിക്കാൻ 100% സാധ്യതയുള്ള ഒരു വ്യക്തിയിലേക്ക് അവർ എത്തിച്ചേർന്നു. അയാളുടെ പേരായിരുന്നു അലക്സ് ഈവിങ്. അലക്സ് ഈവിങ്ങിന്റെ ഭൂതകാലം നടക്കുന്നതാണ്. 1960 ഓഗസ്റ്റ് 14-ന് നോർത്ത് കരോലിനയിൽ ജനിച്ച അലക്സിന്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ പരിമിതമായിരുന്നുവെങ്കിലും ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പഠനം ഉപേക്ഷിച്ച വ്യക്തിയായിരുന്നു അലക്സ് ഈവിങ്. ക്ലാസ്സിലിരുന്ന് മദ്യപിച്ചതിന് സ്കൂളിൽ നിന്നും പുറത്താക്കിയതോടെയാണ് അയാൾ പഠനം നിർത്തിയത്. ഒരു സൈക്കോ സീരിയൽ കില്ലറിന്റെ അനിയന്ത്രിതമായ ജീവിതത്തിന്റെ തുടക്കം അതായിരുന്നു. പിന്നീട് കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന അലക്സ് നിരവധി മോഷണങ്ങൾ നടത്തിയ കുറ്റത്തിന് സാക്രമെന്റോയിലെ ജുവനൈൽ സെന്ററിൽ വർഷങ്ങളോളം കിടന്നു. ശിക്ഷയ്ക്ക് ശേഷം അവനെ ഫോസ്റ്റർ ഹോമിലേക്ക് മാറ്റി. സ്വഭാവദൂഷ്യം കൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവനെ ഫോസ്റ്റർ ഹോമിൽ നിന്നും പുറത്താക്കി. വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അലക്സ് ഈവിങ് കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തി. വീടുകൾ ആക്രമിച്ച് കവർച്ച നടത്തുന്നതായിരുന്നു അലക്സിന്റെ രീതി. കാലിഫോർണിയ, അരിസോണ, ഫ്ലോറിഡ ഇങ്ങനെ സ്ഥലങ്ങൾ മാറിക്കൊണ്ടേയിരുന്ന അലക്സ് 1983-ലാണ് കൊളറാഡോയിൽ എത്തുന്നത്. അടുത്ത 1 വർഷത്തിനുള്ളിൽ തന്നെ അവനൊരു സൈക്കോ സീരിയൽ കില്ലറായി മാറിക്കഴിഞ്ഞിരുന്നു. അതിന്റെ തെളിവാണ് ബെനറ്റ് ഫാമിലിയുടേതുൾപ്പെടെ 4 ആക്രമണങ്ങൾ. മൊത്തം 4 പേർ കൊല ചെയ്യപ്പെട്ടപ്പോൾ 4 പേർക്ക് ഗുരുതരമായ പരിക്കുകളേറ്റു. ബെനറ്റ് ഫാമിലിയുടെ കൊലപാതകം രാജ്യം മുഴുവൻ വലിയ വാർത്താ പ്രാധാന്യം നേടിയതോടെ പിടിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ അലക്സ് കൊളറാഡോയിൽ നിന്നും രക്ഷപ്പെട്ടു. എത്തിപ്പെട്ടത് അരിസോണയിലെ കിങ്മാനിലേക്കാണ്. അരിസോണയിലെത്തിയിട്ടും തന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്താതിരുന്ന അലക്സ് കുറ്റകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ആക്രമണ രീതിയിൽ അയാൾ മാറ്റം വരുത്തി. ചുറ്റിക പൂർണ്ണമായും ഉപേക്ഷിച്ചു. 1984 ജനുവരി 27-ന് റോയ് വില്യംസ് എന്ന വ്യക്തിയെ ആക്രമിച്ച കേസിൽ ഫെബ്രുവരി 2-ന് അലക്സ് ഈവിങ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഭാരമേറിയ ഒരു കല്ലുകൊണ്ടാണ് അലക്സ് റോയ് വില്യംസിനെ ആക്രമിച്ച് കവർച്ച നടത്തിയത്. ഈ കേസിൽ കൊലപാതക ശ്രമത്തിനും കവർച്ചയ്ക്കും കേസെടുത്ത പോലീസ് അലക്സിനെ ജയിലിലടച്ചു. പക്ഷേ ആക്രമണത്തിന്റെ രീതിയും ക്രൈം നടന്ന സ്റ്റേറ്റും വ്യത്യസ്തമായിരുന്നതിനാൽ അലക്സ് ഈവിങ് ആണ് ഹാമർ കില്ലർ എന്നുള്ളത് ആരും തിരിച്ചറിഞ്ഞതേയില്ല. ഈ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ ജയിലിൽ നിന്നും കോടതിയിലേക്ക് പോകും വഴി അലക്സ് അതിവിദഗ്ധമായി രക്ഷപ്പെട്ട ആ രാത്രിയിൽ തന്നെ മറ്റൊരു കപ്പിൾ കൂടി ആക്രമിക്കപ്പെട്ടു. നാൻസിയും ക്രിസ് ബെറിയും അവരുടെ വീട്ടിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റിട്ടും ഭാഗ്യവശാൽ അവരുടെ ജീവൻ നഷ്ടമായില്ല. ഈ സംഭവം നടന്ന് 4-ാം ദിവസം അലക്സ് ഈവിങ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിചാരണയ്ക്കിടെ രക്ഷപ്പെട്ട് മറ്റൊരു കൊലപാതക ശ്രമം കൂടി നടത്തിയതിനാൽ അലക്സിനെതിരായ കേസ് സ്ട്രോങ് ആയി. കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചു തന്നെയാണ് അലക്സ് ഈവിങ് ഈ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചതോടെ
ഈ 2 കേസുകളിലുമായി 110 വർഷത്തെ തടവ് ശിക്ഷയാണ് അലക്സിന് ലഭിച്ചത്. അപ്പോഴും അലക്സ് ആണ് ഹാമർ കില്ലർ എന്നുള്ളത് ആരും അറിയാതെ പോവുകയായിരുന്നു. 1984 തന്നെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായതിനാൽ അയാളുടെ DNA പോലീസിന്റെ ഡാറ്റാബേസിൽ വന്നതേയില്ല. പിന്നീട് 2018 അലക്സ് ഈവിംഗ് ആണ് ഹാമർ കില്ലർ എന്ന് കണ്ടെത്തിയപ്പോഴും അയാൾ ജയിലിൽ തന്നെയായിരുന്നു. 34 വർഷത്തെ തടവിന് ശേഷം ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പരോളിനായുള്ള എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയാക്കി കാത്തിരിക്കുകയായിരുന്നു അലക്സ് ഈവിംഗ്. ഈ സമയത്താണ് 1984 നടന്ന ബെന്നറ്റ് ഫാമിലിയുടേതുൾപ്പെടെയുള്ള 4 കൊലപാതകങ്ങൾ അലക്സ് ഈവിംഗ് ആണ് നടത്തിയത് എന്നുള്ളത് തെളിയിക്കപ്പെട്ടത്. ഇതേ തുടർന്ന് അലക്സിന്റെ പരോൾ നിരസിക്കപ്പെടുകയും ബെന്നറ്റ് ഫാമിലിയുടെയും പട്രീഷ്യ സ്മിത്തിന്റെയും കൊലപാതകങ്ങളിൽ അലക്സിനെ വിചാരണയ്ക്ക് വിധേയനാക്കാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. 2021 ബെന്നറ്റ് ഫാമിലി കേസിലും 2022 പട്രീഷ്യ സ്മിത്ത് കേസിലും വിചാരണകൾ പൂർത്തിയായപ്പോൾ അലക്സ് ഈവിംഗ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഈ കേസുകളിലെല്ലാമായി 4 ജീവപര്യന്തം ശിക്ഷയുമാണ് അയാൾക്ക് ലഭിച്ചത്. 1984 മുതൽ ജയിലിൽ കഴിയുന്ന അലക്സിന് ഇനിയൊരിക്കലും ജയിലിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല എന്ന് ചുരുക്കം. വർഷങ്ങൾ നീണ്ടുനിന്ന ചികിത്സയ്ക്ക് ശേഷമാണ് ബെന്നറ്റ് ഫാമിലിയിലെ 3 വയസ്സുകാരി വനേസ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുകളും വിഷാദരോഗവും വനേസയെ വർഷങ്ങളോളം വേട്ടയാടി. ഈ കൊലപാതകം നടത്തിയ അതേ വർഷം തന്നെ മറ്റുള്ള കേസുകളിൽപ്പെട്ടിട്ടാണെങ്കിലും പ്രതി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതും ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഒരുപക്ഷെ അയാളന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിരവധി കുടുംബങ്ങൾ അയാളുടെ ചുറ്റികയ്ക്ക് ഇരയായിട്ടുണ്ടാവും. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.